ഹലോ, ലോകത്തെമ്പാടുമുള്ള ചുള്ളന്മാർക്കും ചുള്ളത്തികൾക്കും വേണ്ടി, ജീവിതം ഒരു ആഘോഷമാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മലയാളികൾക്കും വേണ്ടി ലണ്ടനിലെ ഓരോ ജംഗ്ഷനും പരിചയപ്പെടുത്തി തരാനും ഇവിടെയുള്ള യൂഷ്വൽ ടൂറിസ്റ്റ് അട്രാക്ഷൻസിനും അതിനു പുറമേയുമുള്ള കാഴ്ചകൾ കാണാനും പല എക്സോട്ടിക് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് നുണയാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ പിന്നെന്തിനാ കാത്തിരിക്കുന്നേ? നിങ്ങളുടെ സ്വന്തം ലണ്ടൻ മലയാളം റേഡിയോയിലും പുതിയതും വ്യത്യസ്തവുമായ ഒരു പ്രോഗ്രാമുമായി ഞാൻ വരുന്നു. ഇനി ഞാൻ ആരാണെന്നല്ലേ? I'm RJ Maria. So what are you waiting for? On your marks, get set, go. Let's explore London. നമ്മുടെ കൂടെ ട്രാവൽ പടിയായി ഒരു കമ്പനിക്ക് ജാക്കിയുമുണ്ട്. മറക്കേണ്ട, എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 8 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ലണ്ടൻ മലയാളം റേഡിയോയിൽ ലണ്ടൻ ഡയറീസ്. ഹലോ എവ്രിവൺ, ലണ്ടൻ മലയാളം റേഡിയോയിലോട്ടും ലണ്ടൻ ഡയറീസിലോട്ടും എല്ലാവർക്കും സ്വാഗതം. ഞാൻ RJ മരിയാണ് നിങ്ങളുടെ കൂടെ. എഗെയിൻ നിങ്ങളോട് വർത്താനം പറയാനും കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഉള്ള മറിയാസ് ഡേ വന്നെത്തി. മറിയാസ് ഡേ എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിലും പലർക്കും ഉണ്ടാവും ഓരോ ദിവസങ്ങൾ, അല്ലേ? വി കോൾ ഇറ്റ് ആസ് അവർ ഓൺ ഡേ. ചിലപ്പോ കുറെ നാൾ കാത്തിരുന്ന് ഒരു പെണ്ണോ ചെറുക്കനോ ഒക്കെ കെട്ടി ഒരു കല്യാണം കഴിഞ്ഞു, അതായിരിക്കാം നിങ്ങളുടെ ഡേ. അല്ലെങ്കിൽ ഒരു വീട് വാങ്ങി, അല്ലെങ്കിൽ വീട് വെച്ചു, അല്ലെങ്കിൽ ഒരു ബിസിനസ് സക്സസ് ആയി, ഒരു ഡ്രീം ജോബ് കിട്ടി. അതുമല്ല, നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഒരു ലക്ഷ്യം മനസ്സിലാക്കി, അതായിരിക്കാം നിങ്ങളുടെ ആ ദിവസം. യുവർ ഡ്രീം ഇസ് യുവർ സിഗ്നേച്ചർ എന്ന് പറയുന്നത് പോലെ ആ ഡ്രീം നിങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു ദിവസം, അതായിരിക്കാം നിങ്ങളുടെ ദിവസം. അങ്ങനെ പല പല തരത്തിലുള്ള ദിവസങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്റെ ദിവസം മോനെ എന്ന് പറയുന്ന മൈ ഡേ. ഈ ലണ്ടൻ ഡയറീസ് ചെയ്യാൻ ഞാൻ ഇരിക്കുന്ന ദിവസമാണ് എന്റെ ഡേ അഥവാ മറിയാസ് ഡേ. ഇനി നമ്മുടെ ഈ ദിവസങ്ങൾക്ക് ചിലപ്പോൾ വേറെ പല പ്രത്യേകതകളും കാണും. അതായത് അത് സാക്ഷാത്കരിക്കാൻ ചിലപ്പോൾ നമ്മുടെ കൂടെ ചിലരുണ്ടാവും. ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആ ഡേയിലേക്ക് എത്തിക്കുന്ന ചില ബെസ്റ്റ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ സഹായിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ്, ഫാമിലി, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് വഴിയോ ഒരു മെയിൽ വഴിയോ ഒക്കെ നമ്മുടെ ഫോണിലൂടെ വരുന്ന ഒരു ചെറിയൊരു മെസ്സേജ്. അങ്ങനെ ഒത്തിരി 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 പേർ. എനിക്കറിയില്ല നിങ്ങൾക്ക് ഗാർഡിയൻ ഏഞ്ചൽസിലെ വിശ്വാസം ഉണ്ടോന്ന്. എനിക്ക് നന്നായിട്ടുണ്ട്. സോ ഈ എപ്പിസോഡ് നമ്മുടെ ഡ്രീം, നമ്മുടെ സിഗ്നേച്ചർ ആവുന്ന ദിവസത്തിനും നമ്മുടെ ചുറ്റുമുള്ള കാണാൻ സാധിക്കുന്നതായ നിങ്ങളുടെ ഫ്രണ്ട്സ് ഏഞ്ചൽസിനും ഇനി കാണാൻ സാധിക്കാത്ത ഗാർഡിയൻ ഏഞ്ചൽസിനും വേണ്ടി ഞാൻ ഈ എപ്പിസോഡ് സമർപ്പിക്കുകയാണ്. സോ ഒരു പാട്ട് കേട്ട് നന്നായി ആഘോഷിച്ച് തന്നെ നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. നീ തൊട്ടല്ലോ പ്രേമ പൂവിൻ സിന്ദൂരം, പ്രേമപ്പൊട്ടോ തൊട്ടപ്പോഴേ ഇഷ്ടത്തോടെ മുട്ടിപ്പിന്നിൽ ശൃംഗാരം. ഓ ശൃംഗാരമോടെ ആടി പുരികങ്ങ് നല്ലഴകിൽ മന്ദാരമാരോ കൂടി ഹൃദയത്തിൻ ചില്ലകളിൽ ചില്ലകൾ തണലല്ലേ അല്ലേ ഒറ്റത്തുമ്പി നെറ്റിത്താളിൽ നീ തൊട്ടല്ലോ പ്രേമ പൂവിൻ സിന്ദൂരം. പ്രേമപ്പൊട്ടോ തൊട്ടപ്പോഴേ ഇഷ്ടത്തോടെ മുട്ടിപ്പിന്നിൽ ശൃംഗാരം. ചമയം തെല്ലില്ലാതെ കൗമാരം കൊണ്ടാടും പൂവേ നിന്നെ. പൂന്തിന്നൽ പോലെ നീ അണയുമ്പോൾ അന്നൊന്നും ഞാൻ ഗന്ധം തന്നീല, നീ വാങ്ങില്ല. ഇന്നു നീ പൂവല്ല, ഈ നെഞ്ചിൻ പെണ്ണല്ലേ. ചേരുമ്പോഴോ തകതിത്തിത്തറ ഒറ്റത്തുമ്പി നെറ്റിത്താളിൽ നീ തൊട്ടല്ലോ
പ്രേമപ്പൂവിൻ സിന്ദൂരം പ്രേമപ്പൊട്ട തൊട്ടപ്പോഴേ ഇഷ്ടം തോടെ മുട്ടിപ്പിന്നിൽ ശൃംഗാരം ആകാശം മേലാകെ മഴമേഘം പൂശുമ്പോൾ ഇന്നാദ്യം കണ്ടു നിന്നിന്നൽ ചന്തം അന്നേരം തുള്ളാം ഞാൻ കായൽ പോൽ നിൻ കൂടെ നീ തൊട്ടല്ലോ പ്രേമപ്പൂവിൻ സിന്ദൂരം പ്രേമപ്പൊട്ടോ തൊട്ടപ്പോഴേ ഇഷ്ടത്തോടെ മുട്ടിപ്പിന്നിൽ ശൃംഗാരം ഓ ശൃംഗാരമോടെ ആടി പുരികങ്ങൾ നല്ലഴകിൽ മന്ദാരമാരോ കൂടി ഹൃദയത്തിൻ ചില്ലകളിൽ ചില്ലകൾ തണലല്ലേ AMR ലണ്ടൻ മലയാളം റേഡിയോ. വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ. ലണ്ടൻ ഡയറീസുമായി ഞാൻ RJ മരിയാണ് നിങ്ങളുടെ കൂടെ. സോ നമുക്കെന്നാ തുടങ്ങാം അല്ലേ? ഈ മരിയാസ് ഡേ നിങ്ങളുടെയും ഡേ. ലണ്ടൻ ഡയറീസിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് പറയാൻ പോകുന്നത്, വേൾഡ് ക്ലാസ് അട്രാക്ഷൻസിൽ ഒന്നാണ് ഗ്രെനിച്ച്. ഒരു ബ്യൂട്ടിഫുൾ റിവർ സൈഡ് സെറ്റിംഗ്സിലുള്ള ഒരു സ്ഥലമാണ് ഗ്രെനിച്ച്. സെൻട്രൽ ലണ്ടനിൽ നിന്നും ഇവിടേക്ക് വരാൻ ഒത്തിരി ദൂരം ഒന്നുമില്ല. ട്യൂബും ട്രാമും ഇനി DLR-ഓ ബസ്സോ കാറോ ബോട്ടോ എന്തെടുത്താലും ഇവിടേക്ക് എത്താൻ സാധിക്കും. ഇവിടേക്ക് എത്താൻ ഈ യാത്രാമാർഗങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ സവിശേഷത. ഗ്രെനിച്ച് അറിയപ്പെടുന്നത് തന്നെ ദ ഹോം ഓഫ് ടൈം എന്നാണ്, വേർ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഹെമിസ്ഫിയേഴ്സ് മീറ്റ്. വളരെ നല്ല വ്യൂസും റോയൽ ഹെറിറ്റേജും അമേസിംഗ് അട്രാക്ഷൻസും തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലം. ഒരു പെർഫെക്റ്റ് ഓൾ റൗണ്ട് ഏരിയ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഫൺ ഫിൽ ഫാമിലി ഡേ ഔട്ട് പ്ലാൻ ചെയ്യാം, റൊമാൻറ്റിക് ഡേ ഔട്ട് ആവാം, തന്നെ നടക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിനെല്ലാം പറ്റിയ സ്ഥലങ്ങളാണിത്. സോ ആദ്യം നമുക്ക് ഗ്രെനിച്ചിലെ റോയൽ ഒബ്സർവേറ്ററിയിലോട്ട് തന്നെ പോവാം. പലരും ഇത് വിചാരിക്കുന്നത് ഇവിടെ ഒന്നും കാണാനൊന്നും ഇല്ലാലോ എന്നൊക്കെയാട്ടോ. ചിലരൊക്കെ പറഞ്ഞു, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഓ ഭയങ്കര ബോറാണ് പുറത്തുനിന്ന് കണ്ടിട്ടെന്ന്. ബട്ട് ബിലീവ് മീ, ഈ പറയുന്ന ആളുകളുടെ എല്ലാം കണ്ണ് തള്ളിപ്പോവും എവിടെ എത്തിയാല്, ഇതിനുള്ളിൽ എത്തിയാല്. കുറച്ച് വോക്കൊക്കെ ഉണ്ട്. എൻട്രൻസിൽ നിന്നും ഒരു കുത്തനെയുള്ള ഒരു ചെറിയൊരു ഹില്ല് കയറിയിട്ട് വേണം അവിടേക്ക് എത്താൻ. അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോണ്ടല്ലോ എവറസ്റ്റ് കീഴടക്കിയ പ്രതീതിയായിരുന്നു എനിക്ക്. അത് വേറെ കാര്യം. പക്ഷേ ഈ ചെറിയൊരു ഹിൽ എന്ന് പറയുന്നത് ഒരു പാർക്കിനോട് ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. സോ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ആ പാർക്കിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ആ കുന്നൊന്നും കുന്നേ അല്ല. അല്ല, ഇത് ഞാൻ ആരോടെ ഈ പറയണേ? മലയാറ്റൂർ മലയും ശബരിമലയും ഒക്കെ പുല്ല് പോലെ കേറിയിട്ടുള്ള നമ്മൾ മലയാളികളോടോ? സോ പറഞ്ഞ വാക്ക് ഞാൻ അപ്പാടെ തിരിച്ചെടുത്തിരിക്കുന്നു. നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചു വന്ന് വിശേഷങ്ങൾ തുടരാം. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. വിജന സുരഭി വാടികളിൽ അകലെ എവിടെ പോയി നീ? സജലമിഴികൾ തേടുകയായി ഹൃദയനാഥ വരൂ. വിരഹമിതലിയാൻ മാധവം മലരുകൾ തൂവിയ ശയ്യയിൽ പ്രണയ നിവേദ്യമിതേൽക്കുവാൻ പ്രിയനു പരിഭവമോ? തനനം തനനം തനനന
ടു ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ RJ മരിയാണ് നിങ്ങളോടൊപ്പം ലണ്ടൻ ഡയറീസുമായി. ബ്രിട്ടന്റെ ആസ്ട്രോണോമിക് ഐക്കണായ ഗ്രെനിച്ചിൽ സ്ഥിതി ചെയ്യുന്ന റോയൽ ഒബ്സർവേറ്ററിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. ഗ്രെനിച്ച് എന്ന് പേര് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോ വായിച്ചത് മുട്ട തെറ്റായിട്ടായിരുന്നു. സ്പെല്ലിംഗ് അനുസരിച്ച് നമ്മൾ വായിക്കുന്നത് ഗ്രീൻവിച്ച് എന്നാണെങ്കിലും പറയേണ്ടത് ഗ്രെനിച്ച് എന്നാണ്. എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിലെ പല സ്ഥലങ്ങളും എടുത്തു നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ വായിക്കുന്നത് സ്പെല്ലിംഗ് അനുസരിച്ച് വായിക്കുന്നത് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. പലതും അവർ ഷോർട്ട് ആയിട്ടായിരിക്കും പറയുന്നത്. അതൊക്കെ പോട്ടെ, നമുക്ക് ഈ ഗ്രെനിച്ച് മെറിഡിയൻ ലൈനിലോട്ട് തിരിച്ചു വരാം. ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ മെറിഡിയൻ ലൈൻ ആണ്. വേൾഡ് ടൈമിന്റെ സെന്റർ ആണിത്. GMT ലൈനിന്റെ ഒറിജിൻ. നിങ്ങൾ കുറെ പേരെങ്കിലും ഔട്ടർ സ്പേസിന്റെയും സ്റ്റാർസിന്റെയും ആസ്ട്രോയിഡ്സിന്റെ ഒക്കെ ഫാൻസ് ആയിരിക്കും അല്ലെ? എനിക്കും ഭയങ്കര അതിശയാട്ടോ ഈ മൂവീസ് ഒക്കെ കാണുമ്പോ, പ്രത്യേകിച്ചും അമേരിക്കൻ മൂവീസ് ഒക്കെ കാണുമ്പോ ഏലിയൻസും പിന്നെ അന്യഗ്രഹ ജീവികളും അതുപോലെ അന്യഗ്രഹങ്ങളും ഉൽക്കകളും അങ്ങനെ പലതും. അങ്ങനെ ഒന്ന് സത്യത്തിലുണ്ടോ എന്നൊക്കെയുള്ളത് എപ്പോഴും നമുക്ക് ഡിബേറ്റിന് പറ്റിയ ഒരു സബ്ജക്റ്റ് ആണ്. ഇനി അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റോയൽ ഒബ്സർവേറ്ററിയിലും പ്ലാനറ്റോറിയത്തിലും പോയിരിക്കണം. ഇനി ഇവിടെ എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ യാത്രാമാർഗങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ സവിശേഷത. കുറെ പേരൊക്കെ റിവർ ബോട്ട് എടുത്ത് വരുന്നവരുണ്ട്. ഇനി സെപ്പറേറ്റ് ബുക്കിംഗ് ഒന്നും വേണ്ട. റിവർ ബോട്ടിൽ കയറാൻ നമ്മുടെ ഓയിസ്റ്റർ കാർഡ് ഉപയോഗിച്ചാൽ മതി. ഫ്രം എംബാങ്ക്മെന്റ് ടു ഗ്രെനിച്ച്. പിന്നെ ഇവിടുത്തെ പ്ലാനറ്റോറിയം അതാണ് ദ ബെസ്റ്റ്. മുൻകൂട്ടി ബുക്ക് ചെയ്യാനായിരിക്കും ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുക. കാരണം ലണ്ടനിലെ ഓൺലി പ്ലാനറ്റോറിയാണിത്. അഡൽട്ട് ടിക്കറ്റ് £9.50, കിഡ്സിന് £5. പിന്നെ പ്ലാനറ്റോറിയത്തിന്റെ ടിക്കറ്റ് വേറെയാണ്. ഓപ്പണിംഗ് ടൈം 10 മണി മുതൽ 5:30 വരെയാണ്. സോ എന്തായാലും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം. ആൻഡ് ദി അഡ്രസ് ഈസ് ഗ്രെനിച്ച് പാർക്ക്, ഗ്രെനിച്ച്, ലണ്ടൻ, SE10 9NF. സോ ഒരു പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ വിശേഷങ്ങൾ തുടരാം. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. കുഴലൂത്തും പൂന്തന്നല്ലേ മഴനൂൽ ചാർത്തി കൂടെ വരുമോ? കുഴലൂത്തും പൂന്തന്നല്ലേ മഴനൂൽ ചാർത്തി കൂടെ വരുമോ? കുറുമൊഴി മുല്ലമാല കോർത്തു സൂചിമുഖിക്കുരുവി മറുമൊഴി എങ്ങോ പാടിടുന്നു പുള്ളിപ്പൂങ്കുയിൽ. ചിറകടി കേട്ടു തകതിനി പോലെ മുകിലുകൾ തമ്മുടി തഴുകും മേട്ടിൽ. കുഴലൂത്തും പൂന്തന്നല്ലേ മഴനൂൽ ചാർത്തി കൂടെ വരുമോ? കുഴലൂത്തും പൂന്തന്നല്ലേ മഴനൂൽ ചാർത്തി കൂടെ വരുമോ? ചിരിതളുകൾ തുടിക്കുന്ന ചുണ്ടിൽ താനം കരിമഷി അഴകുരുക്കുന്ന കണ്ണീരോളം ആരു തന്നു നിൻ കവിളിണയിൽ കുങ്കുമത്തിൻ ആരാമം താരനൂപുരം ചാർത്തിടുമീറാക്കിനാവുമായി എഴുതി ജാലകം ചാരിണി ചാരവന്നു ചാരവന്നു മഴനൂൽ ചാർത്തി കൂടെ വരുമോ? കുഴലൂതും പൂന്തന്നല്ലേ മഴനൂൽ ചാർത്തി കൂടെ വരുമോ? മതിയുടെ കണം വീണ നെഞ്ചിൽ താളം പുതുമഴയുടെ മണം തന്നുവെന്നും ശ്വാസം എന്റെ ജന്മസുഹൃതാമൃതമായി കൂടെ വന്നു നീ പൊൻകതിരെ നീ എനിക്കു കുളിരേകുന്നു
കോർത്തു സൂചിമുഖിക്കുരുവി മറുമൊഴി എങ്ങോ പാടിടുന്നു പുള്ളിപ്പൂങ്കുഴി ചിറകടി കേട്ടു തകതിമി പോലെ മുകിലുകൾ തന്മുടി തഴുകും മേട്ടേ കുഴലൂത്തും പൂന്തന്നലെ മഴനൂൽ ചാത്തിക്കൂടെ വരുമോ കുഴലൂതും പൂന്തന്നലെ മഴനൂൽ ചാത്തിക്കൂടെ വരുമോ ഹലോ, ഇതാരാ? എടൂ, ഇത് ഞാനാടോ, അഞ്ജലി. ഹലോ അഞ്ജലി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖായിരിക്കുന്നു. നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ UK-ലാ. ഓ, UK-ലോ? അപ്പൊ നിന്റെ മെഡിസിൻ പഠിത്തമൊക്കെ വേണ്ടാന്ന് വെച്ചോ? ഇല്ല, അതിനുവേണ്ടി തന്നെയാ ഞാനിങ്ങ് വന്നേ. എന്റെ എടോ, ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോയി മടുത്തു. പുറത്തു പോയി പഠിക്കാന്ന് വെച്ചാ പൈസയുടെ കാര്യം ഓർക്കുമ്പോ എന്തായാലും നീ ഭാഗ്യവതിയാ. അതിന് നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ഞാൻ ഗ്ലോബൽ സ്റ്റഡി ലിങ്കിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ ഫോർവേഡ് ചെയ്തു തരാം, നീ ഒന്ന് നോക്ക്. ഗ്ലോബൽ സ്റ്റഡി ലിങ്ക്, എ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. ലളിതമായ വിസ പ്രോസസ്സിംഗിലൂടെ മിതമായ നിരക്കിൽ ഒരു ഡോക്ടർ എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ UK, ബൾഗേറിയ, പോളണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ 10 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. MBBS from Bulgaria is accredited by General Medical Council, UK. കൂടാതെ easy entry criteria, low living expense, makes you eligible to practice in UK. no need of IELTS and lab test. For more details, please contact 0203 5951 999. Visit globalstudylink.co.uk. Global Study Link. ഹലോ എവ്രിവൺ. ചേട്ടാ, ചേച്ചി, നമസ്കാരമുണ്ട് കേട്ടോ. കോയക്കാ, ഇങ്ങളുണ്ടായിരുന്നു, ഞമ്മള് കണ്ടില്ലാട്ടോ. അസ്സലാമലൈക്കും. പൂച്ചക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യമെന്നല്ലേ ഇപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത്? എങ്കിൽ കേട്ടോളൂ, ഇനി കുറച്ചു കാലം ഈ പൂച്ച ഇവിടൊക്കെ തന്നെ കറങ്ങി നടപ്പുണ്ടാവും. നിങ്ങളോടൊപ്പം നമ്മളുടെ ഇല്ലന്മാരിൽ അമ്മിണിക്കുട്ടി ഓൺ ദി സ്പോട്ട് എന്ന പ്രോഗ്രാമുമായിട്ട് ചേർന്നത് RJ സ്മിത. നിങ്ങൾക്ക് ഈ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്യാപിറ്റൽ എവിടെയാണെന്നറിയാമോ? ഇല്ലെങ്കിൽ വേണ്ട. നല്ല കൊടംപുളിയിട്ട് വെച്ച മീൻ കറിയുടെ കൂടെ നാടൻ കപ്പത ഇങ്ങനെ ഒരു പിടിപിടിച്ചല്ല എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമോ? അല്ലെങ്കിൽ അതും വേണ്ട. ക്യാൻ ഫിലിം ഫെസ്റ്റിവലില് നമ്മുടെ ആ സുന്ദരിക്കോത ഐശ്വര്യ റായ് ഇട്ടുകൊണ്ട് പോയ ഗൗണിന്റെ കളറെങ്കിലും ഏതാണെന്നറിയാമോ? ഇതൊന്നും അറിയത്തില്ലെങ്കിൽ എന്നോടൊപ്പം കൂടിക്കൊള്ളൂ. ഈ ലോകത്തിൽ സൂര്യന് കീഴിലുള്ള എന്ത് കാര്യങ്ങളെ കുറിച്ചും നമുക്ക് കത്തിവെച്ചും സ്വര പറഞ്ഞും കൂട്ടുകൂടാം. ഇനി മുതൽ ലണ്ടൻ മലയാളം റേഡിയോയിൽ അമ്മിണിക്കുട്ടിയായിട്ട് ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം. നിങ്ങളുടെ സ്വന്തം RJ സ്മിത. വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ RJ മരിയാണ് നിങ്ങളുടെ കൂടെ. ഗ്രെനിച്ചിലെ റോയൽ ഒബ്സർവേറ്ററിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഞാൻ ഇങ്ങനെ പല ഐക്കണും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന പല സ്ഥലങ്ങളും, അല്ലെങ്കിൽ ഡേ ട്രിപ്പിന് പറ്റിയ പല സ്ഥലങ്ങൾ, ഡിഫറെന്റ് ക്യൂസീൻസ് കിട്ടുന്ന റെസ്റ്റോറന്റ്സ്, ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ അത് ട്രൈ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മെസ്സേജുകളിലൂടെയും മെയിലിൽ കൂടെയൊക്കെ നിങ്ങൾ തരുന്ന റെസ്പോൺസിന് വളരെ വളരെ നന്ദി. ഇതിന്റെ ഇടയ്ക്ക് കുറച്ചു പേരൊക്കെ എന്നോടൊരു കാര്യം സ്പെഷ്യൽ ആയിട്ട് ചോദിച്ചിരുന്നു. ലണ്ടൻ വിസിറ്റ് ചെയ്യാൻ വരുന്നവരും ഇവിടെ ഉള്ളവരും ഒരുമിച്ച് ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇതൊരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പറഞ്ഞില്ലെങ്കിൽ, ഇതിന്റെ ആൻസർ പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയൊരു അന്യായമായിരിക്കുമെന്ന്. അതായത് ഈ ലണ്ടനിൽ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ, അല്ലെങ്കിൽ ലണ്ടനിൽ പല കാര്യങ്ങളും കാണാൻ വരുമ്പോൾ, പല ഐക്കൺസും പല പല കാര്യങ്ങളും പല അട്രാക്ഷൻസും വളരെ എക്സ്പെൻസീവ് ആണ്. ഇനി ഒരുമിച്ച് എടുക്കാൻ വല്ല പാസും ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് പോലെ എന്തെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ എവിടെ നിന്നാണ് ലഭ്യമാവുക എന്നൊക്കെ ഞാനും അതിനെപ്പറ്റി ആലോചിച്ചില്ല കേട്ടോ. നമുക്കൊക്കെ ഒരു സ്ഥലത്ത് പോകണം തോന്നുമ്പോ അങ്ങോട്ട് പോവും, അത്ര തന്നെ. ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മുൻകൂട്ടി നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി എക്സ്പെൻസീവ് ആവാതെ നമുക്ക് ടിക്കറ്റ് എടുക്കാം, ഒത്തിരി സേവ് ചെയ്യാം എന്നൊക്കെ. അത് മാത്രമല്ല ലാസ്റ്റ് മിനിറ്റ് ഹാസൽസ് ഒഴിവാക്കുകയും ചെയ്യാം. ഞാൻ ഈ ഉപദേശം മാത്രമേ തരുന്നുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുതല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് കാര്യമായിട്ട് തന്നെ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കി. സോ അതിന്റെ സൊല്യൂഷനും കിട്ടി. സോ ഇതാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ലണ്ടനിലെ പല അട്രാക്ഷൻസും കാണാൻ ഒരു പാസ് ഉണ്ട്.
ഇറ്റ്സ് കോൾഡ് ആസ് ലണ്ടൻ പാസ്. സിറ്റിയിലെ 60-ൽ പരം ടൂറിസ്റ്റ് അട്രാക്ഷൻസ് കാണാൻ ഈ ലണ്ടൻ പാസ് വഴി സാധിക്കും. ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ 2, 3, 6, 10 എന്നീ തുടർച്ചയായ ദിവസങ്ങളിലേക്കോ നമുക്ക് ഇത് എടുക്കാം. ടൂറിസ്റ്റുകൾക്കാണെങ്കിൽ വലിയൊരു ലാഭമാണിത്. ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 6 ദിവസത്തിന്റെ ഒരു പാസ് എടുക്കുകയാണെങ്കിൽ 139 പൗണ്ട്സ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 600 പൗണ്ട്സിനുള്ള അട്രാക്ഷൻസിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇനി ഏതെങ്കിലും അട്രാക്ഷൻസിൽ പോകുമ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഈ ലണ്ടൻ പാസ് കാണിച്ചു കൊടുത്താൽ മാത്രം മതി, അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്താൽ മതി. ഡയറക്റ്റ് എൻട്രി സാധ്യമാവും. ഇനി വേറെ നാട്ടിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്കാണെങ്കിൽ ഇത് മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കൊറിയറായി നിങ്ങളുടെ രാജ്യത്തേക്ക് അയച്ചു തരും. സോ ലണ്ടനിലേക്ക് വരുമ്പോൾ അതും കൂടി കൊണ്ടുവന്നാൽ മതി. എന്നാൽ ഈ ടിപ്പ് മനസ്സിലിരിക്കട്ടെ, ഇവിടെ താമസിക്കുന്നവർക്കും അല്ലെങ്കിൽ ലണ്ടൻ കാണാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കുള്ള നല്ലൊരു ടിപ്പാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രെനിച്ചിലെ പല അട്രാക്ഷൻസും അതുപോലെ റോയൽ ഒബ്സർവേറ്ററിയും എല്ലാം നമുക്ക് ഈ ലണ്ടൻ പാസ് വഴി കാണാൻ സാധ്യമാവും. സോ നമുക്കൊരു പാട്ട് കേട്ട് തന്നെ തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ഒരു നാളെന്നൊരു നാൾ നാം കൂട് കൂട്ടിയില്ലേ, പല നാളിനി പല നാൾ നാം കൂട്ടുകൂടുകില്ലേ. ചിന്നി ചിന്നി ചിരി വിതറും മനസ്സിൽ കൊതി തീരല്ലേ, ചിന്നി മിന്നി ചിറകണിയും കിളികൾ വഴി തിരിയല്ലേ. ഒരു നാളെന്നൊരു നാൾ നാം കൂട് കൂട്ടിയില്ലേ, പല നാൾ ഇനി പല നാൾ നാം കൂട്ടുകൂടുകില്ലേ. ചിന്നി ചിന്നി ചിരി വിതറും മനസ്സിൽ കൊതി തീരല്ലേ, ചിന്നി മിന്നി ചിറകണിയും കിളികൾ വഴി പിരിയല്ലേ. പുതുവിണ്ണിൽ പൂത്ത മഴവില്ലേ, ഈ മണ്ണിൽ വന്നു വിരിയില്ലേ. നിന്റെ കണ്ണിൽ കണ്ട നിറമേഴും ഞങ്ങൾക്കുള്ളിൽ കൊണ്ടു തരുകില്ലേ. പകൽ വീട്ടിലും മുകിൽ വീട്ടിലും പദയാത്രയിൽ പലരല്ല സ്നേഹങ്ങളിൽ സഹനങ്ങളിൽ ഹൃദയങ്ങളാൽ ഒന്നായി എല്ലാം മറന്നു പാടാം നമുക്കും ഒരു ജീവിതഗാനം. ഒരു നാളെന്നൊരു നാൾ നാം കൂട് കൂട്ടിയില്ലേ, പല നാളിനി പല നാൾ നാം കൂട്ടുകൂടുകില്ലേ. വെള്ളിത്തിങ്കൾ നെയ്ത വെണ്ണിലാവേ, നിന്റെ തുവൽ കൊമ്പു കുടയാമോ. ഇന്നു ഞങ്ങൾ പോകും വഴി നീളെ പട്ടുപൂക്കൾ കൊണ്ടു നിറയ്ക്കാമോ. കടൽ നാളെ കരയായിടാം, കര പിന്നെയും കടലായിടാം. എന്നാലും പ്രിയ സൗഹൃദം എന്നാളിലും പ്രിയമായിടും. എല്ലാം മറന്നു പാടാം നമുക്കും ഒരു ജീവനഗാനം. ഒരു നാൾ അന്നൊരു നാൾ നാം കൂട് കൂട്ടിയില്ലേ, പല നാളിനി പല നാൾ നാം കൂട്ടുകൂടുകില്ലേ. ചിന്നി ചിന്നി ചിരി വിതറും മനസ്സിൽ കൊതി തീരല്ലേ, ചിന്നി മിന്നി ചിറകണിയും കിളികൾ വഴി പിരിയല്ലേ.
ഇതാ ലണ്ടൻ മലയാളം റേഡിയോയിൽ ഹിന്ദി ഗാനങ്ങൾ കോർത്തിണക്കിയ ഒരു പുതിയ ഗീതോപഹാരം മെഹഫിൽ. बहुत प्यार करते हैं तुमको सनम न जाने मेरे दिल को क्या हो गया अभी तो यही था अभी खो गया मंजिले रुसवा है खोया है रास्ता तेरे बिना बेसुआदी रतिया ओ सजना. पर्दे पर चाहे गुजरे जमाने के हो या फिर हो नए जमाने के, आपके चहेते कलाकार, गायक, निर्देशक, संगीतकार, उन सभी पर आधारित होगा ये प्रोग्राम महफिल. तो फिर खूब सजेगी ये महफिल जब मैं बैठेंगे हम और आप इस गाने की महफिल में. बेसुआदी रतिया ओ सजना. ഹിന്ദി ചലച്ചിത്ര ലോകത്തെ അതുല്യ പ്രതിഭകളുടെ അനശ്വര കലാസൃഷ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് മെഹഫിൽ. पाखी पाखी परदेसी ഈ മെഹഫിൽ നിങ്ങൾക്കൊപ്പം ചേരുന്നു ഞാൻ RJ അനു. तो एक चाक गरीबा सिया എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ 9 മണി വരെ മെഹഫിൽ കേൾക്കാൻ മറക്കില്ലല്ലോ. चाक गरीबा सिया सिया नसिया. വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ. ലണ്ടൻ ഡയറീസുമായി ഞാൻ RJ മരിയാണ് നിങ്ങളോട് കൂടെ. റോയൽ ഒബ്സർവേറ്ററി എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിരുന്നു അതിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന റോയൽ പാർക്ക്. ഗ്രെനിച്ചിൽ 183 ഏക്കറോളം പരന്നു കിടക്കുന്ന ഈ പാർക്ക് ഓൾഡസ്റ്റ് എൻക്ലോസ്ഡ് റോയൽ പാർക്ക് കൂടിയാണ്. ഇന്നിപ്പോ അത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ ഒരു ഭാഗം കൂടിയാണ്. ഇപ്പോ ഇവിടെ സമ്മർ ആയില്ലേ, അറിയാം കുറച്ചൊക്കെ ചാറ്റൽ മഴ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അതർവൈസ് നല്ല വെതറൊക്കെ കിട്ടി തുടങ്ങി. സോ പാർക്കുകളിലൊക്കെ നമുക്കിനി ധൈര്യമായിട്ട് തന്നെ പോയി തുടങ്ങാം. ബാർബിക്യൂ ഒക്കെ പൊടി തട്ടി എടുക്കേണ്ട സമയമായെന്നാണ് എനിക്ക് തോന്നുന്നത്. മരിയെ ഇത് വല്ലതും വിശ്വസിക്കാവോ? നമ്മുടെ ഈ ബ്രിട്ടീഷ് വെതറൊക്കെ അറിയാലോ എന്നൊന്നും ആരും കരുതണ്ട. ധൈര്യമായിട്ട് നമുക്ക് അങ്ങോട്ട് ഇനി സമ്മർ ആഘോഷിക്കാം. ഇത് എന്റെ ഉറപ്പല്ല കേട്ടോ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ളതാണ് ഈ അറിയിപ്പ്. സമ്മറിന്റെ തുടക്കമായി എന്നാണ് അവർ പറയുന്നത്. സോ നമ്മുടെ ഈ ഗ്രെനിച്ച് റോയൽ പാർക്കിലോട്ട് പോവാനും ഇനി അവിടെ കിടന്ന് സൺബാത്ത് എടുക്കാനും ഒക്കെ വേണമെങ്കിൽ ഇനി പോവാം. ഫാമിലി ആയിട്ട് പോവാനാണെങ്കിൽ കിഡ്സിനുള്ള പല എന്റർടൈൻമെന്റും ഉണ്ട് അവിടെ. ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പോയപ്പോ കുറെ ഫാമിലീസും അവരുടെ കിഡ്സൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ്, അതായത് ലണ്ടനിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പാർക്കിൽ പല ഫാമിലീസും പല കുട്ടികളും ക്രിക്കറ്റും ടെന്നീസും ഒക്കെ കളിക്കുന്നത് ഞാൻ കാണുന്നത്. എനിക്ക് തോന്നുന്നു ടെന്നീസ് ഞാൻ പിന്നെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ക്രിക്കറ്റ് കളിക്കുന്നത് എനിക്ക് വളരെ ഒരു എന്താ പറയാ വന്നേ, നമ്മുടെ നാട്ടിലെല്ലാം കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഐ ഫീൽ സോ ഹാപ്പി. ഇതൊക്കെയാലേ ലൈഫ്. നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒന്നും കളയാതെ സൂക്ഷിക്കുക. ഇനി ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആണല്ലോ പീക്ക് സമ്മർ. പല പല കോൺസേർട്ടുകളും നടക്കും ഇവിടെ. ഇനി നടന്നും മല കയറിയും ഒക്കെ വൈറ്റിലെ ഉൾവിളിയൊക്കെ കൂടിയെങ്കിൽ ഇവിടെ തന്നെ 3 കഫേസ് ഉണ്ട്. ഒന്ന് ദ ടീ പവലിയൻ. ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ലാർജ് ഗാർഡൻ ആണ്. ഇനി ചെറിയ എന്തെങ്കിലും കഴിച്ചാൽ മതി, അതായത് ചെറിയ സ്നാക്ക് പോലെ എന്തെങ്കിലുമൊക്കെ മതി എന്നുണ്ടെങ്കിൽ സെയിന്റ് മേരീസ് ഗേറ്റ് കഫേ ഉണ്ട്. അതാണെങ്കിൽ നാഷണൽ മാരിടൈം മ്യൂസിയത്തിന്റെ തൊട്ടടുത്താണ്. ഇനി കുറച്ചു മാറി റോയൽ ഒബ്സർവേറ്ററിയുടെ അടുത്ത് ഒരു ചെറിയൊരു റെസ്റ്റോറന്റ് ഉണ്ട്, ദ ഹോണസ്റ്റ് സോസേജ്. ഇതിനെല്ലാം പുറമെ ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാവിലെ 6 മണിക്ക് തന്നെ തുറക്കും. 9:30 ആയിട്ട്, അതായത് രാത്രി 9:30 ആയിട്ടേ അടയ്ക്കുള്ളൂ. സോ പ്ലെന്റി ഓഫ് ടൈം ഉണ്ട് അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാനാണെങ്കിലും നടക്കാനാണെങ്കിലും കളിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും. എന്നാൽ നമുക്കൊരു പാട്ട് കേട്ട് തന്നെ തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. പ്രിയനൊരാൾ ഇന്നു വന്നുവോ എന്റെ ജാലകത്തിലെ രാത്രി മൈന കാതിൽ മൂളിയോ
പ്രിയനൊരാൾ ഇന്നു വന്നുവോ എന്റെ ജാലകത്തിലെ രാത്രി മൈന കാതിൽ മൂളിയോ ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ കാറ്റു ചിന്നിയ ചാറ്റൽ മഴ ചിലങ്ക കെട്ടിയില്ലേ ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ സ്നേഹസാന്ധ്യരാഗം സ്നേഹസാന്ധ്യരാഗം കവിൾ കൂമ്പിലേ തീത്തിരഞ്ഞിതാ വരൂ മധ്യരാത്രിയിൽ ഹിമാശയിലെന്തേ ഇതൾ പെയ്തു വസന്തം ഒരു പ്രണയ ശിശിരം മുറുകി മനസ്സിൽ ഒഴുകുമാദ്യമായി ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ കാറ്റു ചിന്നിയ ചാട്ടമഴ ചിലങ്ക കെട്ടിയില്ലേ ചാന്ത് തൊട്ടില്ലേ പ്രിയനൊരാൾ ഇന്നു വന്നുവോ എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ ആസ്വദിക്കൂ ആഘോഷിക്കൂ. വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലണ്ടൻ ഡയറീസ്. ഞാൻ ആജെ മരിയാണ് നിങ്ങളുടെ കൂടെ. ലണ്ടനോട് ചേർന്ന് കിടക്കുന്ന ഒരു മെയിൻ സിറ്റിയായ അല്ലെങ്കിൽ ഒരു ബറോ ആയ ഗ്രെനിച്ചും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളും ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ ഗ്രെനിച്ച് സന്ദർശിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവിടേക്ക് പോവുകയാണെങ്കിൽ മിസ് ചെയ്യാൻ ഇടയില്ലാത്ത ഒരു സംഭവമുണ്ട്. ഒരു ഡോം ലൈക്ക് സ്ട്രക്ചർ, The O2 Arena or Millennium Dome എന്നൊക്കെ അറിയപ്പെടുന്ന വേൾഡിലെ തന്നെ മോസ്റ്റ് പോപ്പുലർ മ്യൂസിക് ആൻഡ് എന്റർടൈൻമെന്റ് വെന്യൂ. വേൾഡ് ഫേമസ് ആയിട്ടുള്ള പല മ്യൂസിക്, ഡ്രാമ, ഒപ്പേറ എന്നിങ്ങനെയുള്ള വേൾഡ് ഫേമസ് കാര്യങ്ങൾ നടക്കുന്ന അറീന അല്ലെങ്കിൽ ഒരു സ്റ്റേഡിയം. ഇതിനു പുറമെ 20,000 പേർക്കിരിക്കാവുന്ന കോൺസെർട്ട് ഹാൾ, കോർപ്പറേറ്റ് ഹയർ സ്പേസസ്, 11 സ്ക്രീനുള്ള സിനി വേൾഡ് കോംപ്ലക്സ്, 12 ലൈനുള്ള ബൗളിംഗ് ആലി, 800 പേർക്കിരിക്കാവുന്ന ലൈവ് മ്യൂസിക് സ്പേസ്, 130ഓളം റെസ്റ്റോറന്റ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ ചെയ്യാനും കാണാനും. നമ്മുടെ AR റഹ്മാന്റെ മ്യൂസിക് ഷോ ഒക്കെ ഇവിടെയായിരുന്നു കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബൗളിംഗ് ആലി ഉണ്ടല്ലോ, കുറച്ചു നാളായിട്ട് അടച്ചുപൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ദേ കേൾക്കുന്നു, അതായത് ഒരു ചൂടുള്ള വാർത്തയാണ്, ജസ്റ്റ് ഇന്നലെ റിലീസ് ആയിട്ടേ ഉള്ളൂ. അതായത് ഇവിടെയുള്ള ഈ ബ്രൂക്ലി ബൗളിംഗ് ഹോളിവുഡ് ബൗൾ ഏറ്റെടുത്ത് നടത്താനാണ് ഇനി സാധ്യത എന്ന്. മിഡ് ജൂണോടെ കൂടി തുറക്കാനാണ് സാധ്യത. അപ്പൊ പിന്നെ പറയും വേണ്ടല്ലോ, ഒരു ഹോളിവുഡ് ഫിലിമിൽ അഭിനയിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു സെറ്റിൽ പോയ പോലെയൊക്കെ ആയിരിക്കും. വളരെ ഓർഗനൈസ്ഡ് ആണ് ഈ മുഴുവൻ സ്ഥലം എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു എടുത്തു പറയേണ്ട കാര്യം. പലതരത്തിലുള്ള റെസ്റ്റോറന്റ് ചെയിൻസും ഈ ഡോമിന്റെ പുറത്തും അകത്തും ഒക്കെ കാണാൻ സാധിക്കും. ബട്ട് അറീനയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഫുഡ് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൈ എപ്പോ പൊള്ളിന്ന് ചോദിച്ചാൽ മതി. പക്ഷെ പുറത്തുനിന്ന് കഴിക്കാൻ വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, O2ൽ പോകുമ്പോൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഉള്ളിൽ കയറിയാൽ മതി, അല്ലെങ്കിൽ കൈ പൊള്ളും. എനിവേ, O2ലോട്ട് പോകാനുള്ള അഡ്രസ് എന്ന് പറയുന്നത് പെനിൻസുല സ്ക്വയർ, ലണ്ടൻ, SE10 0DX. ഒരു പാട്ടിന് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ചെല്ലത്തത്തെ പാറാനാ ചില്ലത്തുമ്പിൽ ചേക്കേറാം ചേക്കേറാം ചേക്കേറാം. ഹേ അക്കം പക്കം ആകാശം അമ്മയ്ക്കെന്തേ സമ്മാനം സമ്മാനം സമ്മാനം. മുങ്ങിപ്പൊങ്ങാം മുങ്ങിപ്പൊങ്ങാം മുകിലിൽ ചെല്ലാം മുകിലിൽ ചെല്ലാം. മുങ്ങിപ്പൊങ്ങാം മുകിലിൽ ചെല്ലാം
हर भोले नमः शिवाय. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 7 മണി വരെ ഭക്തിയുടെ നിറവിൽ ലണ്ടൻ മലയാളം റേഡിയോ. മുറിവിൽ നിന്നൊഴുകും രക്തമെന്നും കേൾവിയിലൂടെ മനസ്സുകൾ ഭക്തിസാന്ദ്രമാകട്ടെ. അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂല്, ഈരേഴു ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല്. വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ ആജയ് മരിയാണ് നിങ്ങളുടെ കൂടെ, ആൻഡ് യു ആർ ലിസണിംഗ് ടു ലണ്ടൻ ഡയറീസ്. ഓറ്റുവിനെ പറ്റി ഞാൻ പറഞ്ഞപ്പോ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഭക്ഷണത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുന്ന എനിക്ക് ഒരു റെസ്റ്റോറന്റിനെ പറ്റി പറയാണ്ട് പോയി കഴിഞ്ഞാൽ അത് മോശമല്ലേ? പ്രത്യേകിച്ച് നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഫുഡിനുള്ള പ്രാധാന്യം വളരെ വളരെയാണ്. അതിൽ നമുക്ക് അങ്ങനെ ഒരു വകംതിരിവുമില്ല, അല്ലെ? കഞ്ഞിയും പയറും മുതൽ അങ്ങ് സ്റ്റേക്ക് വരെ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ആർക്കും വരാനില്ല. ഇനി ഈ ഓറ്റുവിന്റെ പുറത്തും അകത്തും ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല റെസ്റ്റോറന്റുകൾ കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത്തവണ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് തന്നെ കഴിക്കണമെന്ന്. ഇന്ത്യനും ചൈനീസും കോണ്ടിനെന്റിലും ഒക്കെ നമ്മൾ പല ടൈമിൽ കഴിച്ചിട്ടുണ്ട്. ലൈഫിൽ എപ്പോഴും ഒരു വെറൈറ്റി വേണ്ടേ? ആരാ ജീവിതത്തിലെ ഇടയ്ക്കൊക്കെ ഒന്ന് കളം മാറ്റി ചവിട്ടാത്തത്, അല്ലെ? സോ ഞാനും വിചാരിച്ചു അങ്ങനെ ഒരു സ്ഥലത്തേക്ക് തന്നെ പോണമെന്ന്. ഇനി എന്റെ ഭാഗ്യം നിങ്ങൾക്ക് അറിയാലോ, എപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോകുമ്പോ ഞാൻ ഓർഡർ ചെയ്യുന്നതായിരിക്കും അതിലെ ഏറ്റവും പൊട്ട സാധനം. ഇനി ഞാൻ പറയുന്ന റെസ്റ്റോറന്റ് ആയിരിക്കും അതിലെ ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള റെസ്റ്റോറന്റും. പക്ഷെ ഇത്തവണ ഞാൻ വിചാരിച്ചു എന്ത് വന്നാലും സാരമില്ല, ഇനിയിപ്പോ പൊട്ടയായാലും കുഴപ്പമില്ല, ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടിയാലും കുഴപ്പമില്ല, നല്ല ഒരു വെറൈറ്റി റെസ്റ്റോറന്റ് തന്നെ ട്രൈ ചെയ്യണമെന്ന് രണ്ടും കൽപ്പിച്ച് നടന്നപ്പോഴാണ് നേരെ മുന്നിൽ കണ്ടത് ഒരു ഒത്തന്റിക് ലാറ്റിൻ അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രിങ്ക് പ്ലേസ്. ഏതാന്നല്ലേ? ലാസ് ഇഗ്വാനസ്. ബ്രിട്ടനിലെ ലോക്കൽ പ്രൊഡ്യൂസറായ വെജിറ്റബിൾസും മീറ്റും ഒക്കെ വെച്ച് തനത് സൗത്ത് അമേരിക്കൻ സ്റ്റൈലിലെ ഫുഡാണ് അവര് ഉണ്ടാക്കുന്നത്. അത് കഴിക്കുമ്പോൾ തന്നെ ആ ഒരു സുഖം അത് വേറെ ആട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇവിടെ കിട്ടുന്ന ലോക്കൽ പ്രൊഡ്യൂസ്, അതായത് ഇവിടുത്തെ ഫാമുകളിൽ ഉണ്ടാവുന്ന വെജിറ്റബിൾസും മോസ്റ്റ്ലി അത് ഓർഗാനിക് വെജിറ്റബിൾസും അതുപോലെ ഫ്രീ റേഞ്ച് മീറ്റും ആയിരിക്കും. ഒരു ഫ്രഷ് ഫുഡ് കഴിക്കുന്നതിന്റെ ഫീലിംഗ്, അതും പുതിയ റീജിയനിലെ ഒരു ഫുഡ് ട്രൈ ചെയ്യുമ്പോൾ ഒരു ഫീലിംഗ്, ദാറ്റ്സ് അമേസിംഗ്. അവരുടെ ഹിസ്റ്ററി കേട്ട് കഴിഞ്ഞപ്പോഴാണ് അതിനേക്കാളും ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ബ്രിസ്റ്റലിലെ ഒരു ചെറിയ സ്ട്രീറ്റിൽ 1991 തുടങ്ങിയിട്ട് ഇപ്പോ അവരുടെ റെസ്റ്റോറന്റ് ചെയിനുകൾ ഇല്ലാത്ത സിറ്റി ഇല്ല. നല്ല സ്പൈസി ഫുഡൊക്കെ കിട്ടും. ചിലതൊക്കെ എനിക്ക് തോന്നി നമ്മുടെ കേരള ഫുഡൊക്കെ ആയിട്ട് എവിടേക്കോ സാമ്യമുണ്ടത്. നമ്മുടെ ചിക്കൻ പബ്സും മട്ടൻ പബ്സ് പോലൊക്കെ ഇരിക്കുന്ന എംപനാഡ്, കുമ്പിളാപ്പം പോലെ ഇരിക്കുന്ന ടാമൽ, ഇനി വറുത്തരച്ച ഇറച്ചിക്കറിയൊക്കെ പോലെ ഇരിക്കുന്ന ഫെജോഡ, അങ്ങനെ പലതും. സോ എപ്പോഴെങ്കിലും ഓറ്റുയിലോട്ടോ അതിന്റെ പരിസര പ്രദേശങ്ങളിലോട്ടോ പോവാണെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. കണ്ണാടിയിൽ നിന്നെ ഞാനൊന്ന് കണ്ണടി 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 പെണ്ണേ.
കടലേ കടലേ ചാറ്റി വീണ മുത്തുകൊണ്ട് വായോ വായോ അയ്യോ ബോസ്, നമ്മുടെ അന്യഗ്രഹ ഭാഷയൊന്നും ഇവിടത്തുകാർക്ക് അറിയില്ല. ഇവിടെ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ ഗൂഗിൾ വഴി മലയാളവും ഇംഗ്ലീഷും ബോസിന്റെ വായിലേക്ക് അപ്ലോഡ് ചെയ്യാം. താങ്ക് യു. എടാ, ഏതാടാ ഈ ജംഗ്ഷൻ? ഒരു ബോർഡ് കാണുന്നുണ്ട്. എന്താടാ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഒന്ന് വായിക്കടാ. അതിന് എന്റെ കണ്ണ് തീരെ പിടിക്കുന്നില്ല. ബോസ് തന്നെ വായിക്കും. അതിനെനിക്ക് എഴുത്തും വായനയും അറിയണ്ടേടാ. ഓ, നിങ്ങൾ അന്യഗ്രഹ ജീവികളാണല്ലേ. ഇത് ആഷ് ജംഗ്ഷൻ. And my name is Ash from Pluto. എന്താ ഈ ആഷ് ജംഗ്ഷന്റെ ഒരു പ്രത്യേകത? ഇവിടെ വർത്തമാന കാലഘട്ടത്തിലെ പുതിയ പരിഷ്കാരങ്ങളും ആശയങ്ങളും പുതുപുത്തൻ പാട്ടുകളുമായി ഇത് ആഷ് ജംഗ്ഷൻ. എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ. The station that loves God's own country and its people. London Malayalam Radio. എല്ലമ്മ. Welcome back to London Malayalam Radio. You are listening to London Diaries. ഞാൻ നിങ്ങളുടെ സ്വന്തം ആജെ മരിയ. ഇനിയുമുണ്ട് പലതും പറയാനും കേൾക്കാനും പോവാനും ഒക്കെ. ഗ്രെനിച്ച് മാർക്കറ്റ് പ്ലേസ്, കേബിൾ കാർ, കട്ടിസാഗ്, അങ്ങനെ പലതും. ഈ ഗ്രെനിച്ചിലോട്ട് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം അതാണ്. ഒരു ദിവസമോ 2 ദിവസമോ ഒന്നും പോരാ. എനിക്ക് തോന്നുന്നു മിനിമം ഒരാഴ്ചയെങ്കിലും വേണം ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനും കണ്ടു തീർക്കാനും. പക്ഷെ ഇപ്പോ നമുക്ക് ഇവിടെ പിരിയാനുള്ള സമയമായി. എനിക്കിവിടെ നിർത്തിയേ പറ്റുള്ളൂ. സമയക്കുറവ് വലിയൊരു കുറവ് തന്നെയാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മുഴുവൻ അങ്ങ് പറയാനും പറ്റണില്ല. പക്ഷേ ഡോണ്ട് വറി, നമുക്ക് അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്യാം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കേണ്ട മെയിൽ ID maria@lmrlive.com. ഇനി സോഷ്യൽ മീഡിയ വഴിയായും മെസ്സേജുകൾ എനിക്ക് അയക്കാം. എന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ആൻഡ് ട്വിറ്റർ പേജസ് ആർ RJ Maria Abraham. സോ എല്ലാ ചൊവ്വാഴ്ചയും 8 മണി മുതൽ 9 മണി വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സ്റ്റേ ട്യൂൺഡ് വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. അപ്പൊ അത് നമുക്ക് കാണണം. ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. കുഞ്ഞുകിനാവുകൾ കൂടണയുന്നൊരു മഞ്ഞുനിലാവിൽ ചേക്കേറാം. കുറുവാൽ പറവകൾ നീന്തി നടക്കും നഗരസരിത്തിൽ നീരാടാം. ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ.
കൂട്ടി